ഈ വീഡിയോ ആദ്യവസാനം കാണണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് അമർത്തിയേക്കണേ. Welcome friends to iLlama Screen, the best place that you've ever seen. Feeling ready for the day? Let's get started right away. You've got this, let's learn and grow. You've got this, let's learn and grow. നമസ്കാരം. നമ്മുടെ കയ്യിൽ ഒരു പഴയ താക്കോലുണ്ട്. ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോക്കുകളുടെ കാലത്ത് ആർക്കും വേണ്ടാത്ത ഒരു പഴയ താക്കോല്. പക്ഷേ ആ താക്കോലുകൊണ്ട് മാത്രം തുറക്കാൻ പറ്റുന്ന ഒരു വലിയ വാതിലുണ്ടെങ്കിലോ? വിഷയം എന്താണെന്ന് വെച്ചാൽ ഔദ്യോഗിക കത്തെഴുത്ത്. പക്ഷേ ഈ ട്വീറ്റുകളുടെയും ഹാഷ്ടാഗുകളുടെയും കാലത്ത് കൃത്യമായിട്ട് എഴുതിയൊരു ഔദ്യോഗിക കത്തിന് ആ പഴയ താക്കോലിന് എന്തുമാത്രം ശക്തിയുണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ മറന്നുപോകുന്നുണ്ട്. ശരിയാണ്. ആ വാതിലൊന്ന് തുറന്നു നോക്കേണ്ടത് തന്നെയാ. അതെ, നമുക്ക് ആ വാതിലൊന്ന് തുറന്നു നോക്കാം. ഈ പ്രസന്റേഷൻ തുടങ്ങുന്നത് തന്നെ കത്തുകളെ രണ്ടായിട്ട് തിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നാണ്. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വ്യക്തിപരമായ കത്തുകൾ. പിന്നെ രണ്ടാമത്തേത്, ഈ പറഞ്ഞ സ്ഥാപനങ്ങളോടും ഉദ്യോഗസ്ഥരോടുമൊക്കെ സംസാരിക്കാനുള്ള ഔദ്യോഗിക കത്തുകൾ. അതെ, ഒഫീഷ്യൽ ലെറ്റേഴ്സ്. അതെ, നമ്മുടെ ചർച്ച മുഴുവൻ ഈ രണ്ടാമത്തെ വിഭാഗത്തിലാണ്. കാരണം വ്യക്തിപരമായ കത്തുകൾക്ക് ശരിക്കും പറഞ്ഞാൽ നിയമങ്ങളില്ല. അവിടെ നമ്മുടെ ഹൃദയമാണ് സംസാരിക്കുന്നത്. ശരിയാണ്. പക്ഷെ ഔദ്യോഗിക കത്തുകളിൽ അങ്ങനെയല്ല. അവിടെ നിയമങ്ങൾ വളരെ പ്രധാനമാണ്. കാരണം അവിടെ തലച്ചോറ് വെച്ചാണ് സംസാരിക്കേണ്ടത്. ആ നിയമങ്ങൾ ഒരു കവചം പോലെയാണ്. ഒരു കവചം പോലെ. അതെ, നമ്മുടെ ആവശ്യത്തിന് അതൊരു ഗൗരവം കൊടുക്കും. കറക്റ്റ്. അപ്പോ ആ നിയമങ്ങൾ, അതായത് ആ ഘടനയെക്കുറിച്ച് ഈ പ്രസന്റേഷനിൽ 7 ഘട്ടങ്ങളായിട്ട് പറയുന്നുണ്ട്. പ്രേഷിതൻ, സ്വീകർത്താവ്, അങ്ങനെ. അതെ, 7 സ്റ്റെപ്പുകൾ. നമുക്ക് ആ ലിസ്റ്റ് വെറുതെ വായിക്കുന്നതിന് പകരം എന്തിനാണ് ഈ ഘടനയ്ക്ക് ഇന്നും ഇത്ര പ്രസക്തി എന്ന് ചർച്ച ചെയ്താലോ? അതാണ് വേണ്ടത്. എന്തിനാണ് ഇത്ര കർക്കശമായ ഒരു ചട്ടക്കൂട്? ഒരു ഇമെയിലിലോ വാട്സാപ്പിലോ പെട്ടെന്ന് പറയാവുന്നൊരു കാര്യം എന്തിനിങ്ങനെ ഒരു ഫോർമാറ്റിൽ ഒതുക്കണം? അതൊരു നല്ല ചോദ്യമാണ്. കൃത്യമായ ഘടനയുള്ള ഒരു കത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മേശപ്പുറത്തെത്തുമ്പോൾ അത് അയച്ച ആളുടെ ഗൗരവത്തെയാണ് കാണിക്കുന്നത്. അയാളുടെ ചിന്തയുടെ വ്യക്തതയാണ് കാണിക്കുന്നത്. വെറുതെ അലക്ഷ്യമായി എഴുതിയ ഒരു പരാതിക്ക് കിട്ടുന്ന ഒരു പരിഗണന ആയിരിക്കില്ല ഇതിന് കിട്ടുക. ശരിയാണ്. രണ്ടാമത്തെ കാര്യം, ഇതൊരു ഡോക്യുമെന്റഡ് കമ്മ്യൂണിക്കേഷനാണ്. അതായത് രേഖപ്പെടുത്തിയ ഒന്ന്. അതൊരു പ്രധാന പോയിന്റാണ്. സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റ് നാളെ ചിലപ്പോൾ കാണാതായേക്കാം. പക്ഷെ ഒരു ഔദ്യോഗിക കത്ത് ഒരു ഫയലിന്റെ ഭാഗമാവണം. അതിനൊരു റെക്കോർഡുണ്ടാവും. അതെ, അതിനൊരു ഇൻവേർഡ് നമ്പർ കിട്ടും. അതിന് മറുപടി തരാൻ ആ ഉദ്യോഗസ്ഥന് ഒരു നിയമപരമായ ബാധ്യത വരുന്നുണ്ട്. ആ കത്തൊരു തെളിവാണ്. അപ്പൊ ഈ ഘടന എന്ന് പറയുന്നത് വെറുമൊരു അലങ്കാരമല്ല, അതൊരു ആയുധം കൂടിയാണ്. അതെ. ബ്യൂറോക്രസിയുടെ ഭാഷയിൽ സംസാരിക്കാനുള്ളൊരു വഴി. എനിക്ക് ഈ പ്രസന്റേഷനിലൊരു നിർദ്ദേശം ഭയങ്കര കൗതുകമായി തോന്നി. ഏതാണത്? പരീക്ഷ എഴുതുമ്പോൾ കുട്ടികൾ സ്വന്തം മേൽവിലാസം വെക്കരുത് എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ അത് പ്രൈവസിയുടെ ഭാഗമായിരിക്കാം. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ആ മേൽവിലാസവും ഒപ്പുമാണല്ലോ ഒരു കത്തിന് ആധികാരികത കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. തീർച്ചയായും. ആധികാരികത, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വാക്ക്. നിങ്ങളുടെ പേരും വിലാസവുമുള്ള ഒരു കത്തിന് നിങ്ങൾ പൂർണ്ണ ഉത്തരവാദിയാണ്. അതെ. അതിന്റെ ഉള്ളടക്കത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നതിന്റെ ഒരു പ്രഖ്യാപനമാണ് ആ ഒപ്പ്. ഈ ഘടനയിലെ ഓരോ ഭാഗവും ഈ പറഞ്ഞ ആധികാരികതയെ ഒന്നുകൂടി ബലപ്പെടുത്താനാണ്. ഉദാഹരണത്തിന് ആ വിഷയം എന്ന ഭാഗം തന്നെ എടുക്കാം. ആയിരക്കണക്കിന് ഫയലുകൾക്കിടയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ആ കത്ത് മുഴുവൻ വായിക്കുന്നതിന് മുന്നേ തന്നെ അതിന്റെ കാതൽ എന്താണെന്ന് ആ ഒറ്റ വരിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ശരിയാണ്. സമയം ലാഭിക്കാം. അതെ, അത് സമയത്തെ ബഹുമാനിക്കലാണ്. ആ ഒരു ബഹുമാനം നമുക്ക് തിരിച്ചു കിട്ടാനും അത് സഹായിക്കും. പക്ഷേ ഈ ഘടനയുടെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു. എന്നാൽ ഞാനൊരു മറുവാദം ഉന്നയിക്കട്ടെ. ഉള്ളടക്കം മോശമാണെങ്കിൽ
ഈ ഘടന കൊണ്ട് മാത്രം എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഏതിനാണ് കൂടുതൽ പ്രാധാന്യം, രൂപത്തിനോ അതോ ഭാവത്തിനോ? അത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നല്ല ഉള്ളടക്കമില്ലാത്ത പക്ഷേ നല്ല ഘടനയുള്ളൊരു കത്ത് ശൂന്യമാണ്, ഒരു കാര്യവുമില്ല. പക്ഷേ വളരെ നല്ല ഉള്ളടക്കമുണ്ടായിട്ടും അതിനെ ശരിയായ രീതിയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ അതാരും ശ്രദ്ധിക്കാതെ പോകാം. അതായത് രണ്ടും വേണം. ഒരു മികച്ച പട്ടാളക്കാരന് നല്ലൊരായുധം കിട്ടുന്നതുപോലെയാണ്. ഉള്ളടക്കം പട്ടാളക്കാരനും ഘടന അതിന്റെ ആയുധവുമാണ്. കൊള്ളാം. രണ്ടും ചേരുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ ശക്തി പുറത്തുവരുന്നത്. ഈ പ്രസന്റേഷനിലെ ഏറ്റവും നല്ല ഭാഗം അവർ കൊടുത്തിരിക്കുന്ന ഉദാഹരണമാണ്. ആ മാതൃക അല്ലേ? അതെ. കരമനയാർ മലിനമാകുന്നതിനെതിരെ ജില്ലാ കളക്ടർക്ക് കൊടുക്കുന്നൊരു പരാതി. അത് നോക്കുമ്പോൾ നമുക്കീ പറഞ്ഞ രൂപവും ഭാവവും എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതെന്ന് വളരെ വ്യക്തമാവും. ശരി. അപ്പോൾ നമുക്ക് ആ കത്തിലേക്ക് ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. തുടക്കം തന്നെ. പ്രേഷിതൻ പ്രസിഡന്റ്, കരമന നദീ സംരക്ഷണ സമിതി, തിരുവനന്തപുരം. സ്വീകർത്താവ് ജില്ലാ കളക്ടർ, കളക്ടറേറ്റ്, തിരുവനന്തപുരം. അതെ, അവിടെ തന്നെ അതിന്റെ ഒരു ദൗരവം തുടങ്ങി. ഇതൊരു വ്യക്തിയുടെ പരാതിയല്ല. അല്ല, ഒരു സംഘടനയുടെ, ഒരു സമൂഹത്തിന്റെ ശബ്ദമാണ്. അതെ. പിന്നെ വിഷയം കരമനയാർ മലിനമാക്കപ്പെടുന്നതിനെതിരെ നടപടി ആവശ്യപ്പെടുന്നത് സംബന്ധിച്ച് വളരെ കൃത്യം. ഒരു വാക്ക് കൂടുതലില്ല, കുറവുമില്ല. കറക്റ്റ്. ഇനി അതിന്റെ ഉള്ളടക്കത്തിലേക്ക് നോക്കൂ. അവിടെയാണ് ഈ കത്ത് ഒരു സാധാരണ പരാതിയിൽ നിന്നും മാറി ഒരു സാമൂഹിക രേഖയായിട്ട് മാറുന്നത്. എങ്ങനെ? നമ്മുടെ നാടിന് ജീവജലം നൽകിയിരുന്ന കരമനയാറിന്റെ സ്ഥിതി ഇപ്പോൾ വളരെ ദയനീയമാണ് എന്നൊരു വാചകത്തിലാണ് അത് തുടങ്ങുന്നത്. ചെറിയൊരു വൈകാരികമായ ടച്ചുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ വസ്തുതകളിലേക്ക് മാറുകയാണ്. വൈകാരികതയേക്കാൾ ഇവിടെ വസ്തുതകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവർ 3 പ്രധാന പ്രശ്നങ്ങൾ എണ്ണിപ്പറയുന്നുണ്ട്. അതെ, ആ ഭാഗമാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. 1. നാട്ടിലെ മാലിന്യങ്ങൾ മുഴുവൻ നദിയിലേക്ക് തള്ളുന്നു. 2. നഗരസഭയുടെ മാലിന്യവും ബസ് സ്റ്റാൻഡിലെ വിസർജ്യങ്ങളും നദിയിലേക്കൊഴുക്കുന്നു. 3. തടയെണ്ണകളിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നു. ഇത് വെറും ആരോപണങ്ങളല്ല. അല്ല. എവിടെ നിന്ന് എങ്ങനെയുള്ള മാലിന്യങ്ങൾ വരുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നു. ഇത് കളക്ടർക്ക് അന്വേഷണം നടത്താൻ വളരെ വ്യക്തമായ സൂചനകളാണ് കൊടുക്കുന്നത്. അതിലും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അടുത്ത ഖണ്ഡികയിൽ അവർ ഈ പ്രവൃത്തികളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന്റെ ഫലം. അതെ, ഇത് വെറുമൊരു പാരിസ്ഥിതിക പ്രശ്നമല്ല, മറിച്ചൊരു പൊതുജനാരോഗ്യ പ്രശ്നമാണെന്ന് അവർ അവിടെ സ്ഥാപിക്കുകയാണ്. എങ്ങനെയാണത്? അവർ പറയുന്നു, ഈ വെള്ളത്തിൽ കുളിക്കുന്നവർക്ക് ദേഹം ചൊറിഞ്ഞു പൊട്ടുന്നു. പിന്നെ പരിസരവാസികൾക്ക് മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. ഈ 2 വരികൾ ആ കത്തിന്റെ സ്വഭാവം മൊത്തത്തിൽ മാറ്റുകയാണ്. ഇപ്പോൾ കളക്ടർക്കിത് അവഗണിക്കാൻ പറ്റില്ല. കാരണം ഇത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ശരിയാണ്. ഇതൊരു ശക്തമായ ഒരു കോൾ ടു ആക്ഷനാണ്. അതെ, പ്രവർത്തിക്കാനുള്ള ഒരു ആഹ്വാനം. അപ്പോൾ നമ്മൾ ഈ കത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഉള്ളടക്കം അവസാനിപ്പിക്കുന്നത് ഈ കത്ത് വായിച്ച് നദിയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടിയെടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. വളരെ ബഹുമാനത്തോടെ, പക്ഷെ ഉറച്ചൊരാവശ്യം, എന്നിട്ട് വിശ്വസ്തയോടെ എന്ന് ചേർത്ത് ഒപ്പും പേരും. ഈ വിശ്വസ്തയോടെ എന്ന പ്രയോഗം ഈ കാലഘട്ടത്തിൽ കുറച്ചൊരു ഓൾഡ് ഫാഷൻഡായി തോന്നുമോ? ഒരു പക്ഷേ അത് കാലത്തിനനുസരിച്ച് മാറാവുന്ന ഒന്നാണ്. വിശ്വസ്തയോടെ എന്നത് വളരെ ഫോർമലായി, പാരമ്പര്യമായി ഉപയോഗിക്കുന്ന ഒന്നാണ്. അത് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ ബഹുമാനപൂർവം എന്നോ അല്ലെങ്കിൽ ലളിതമായി നന്ദി പറഞ്ഞുകൊണ്ടോ അവസാനിപ്പിക്കുന്ന രീതികളും ഇന്നുണ്ട്. ഏതു വാക്ക് ഉപയോഗിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം ആ കത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ നിലനിർത്തുന്ന ആ ഔദ്യോഗിക സ്വരമാണ്. ആ ടോൺ. അതെ, ആ ടോണിന് ചേരുന്ന ഏതു വാക്കും ഉപയോഗിക്കാം. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വ്യക്തിപരമായ ഒരു അപേക്ഷയിൽ നിന്നും മാറി ഒരു പൗരൻ എന്ന നിലയിലുള്ള ഒരു അവകാശവാദം എന്ന തലത്തിലേക്ക് കത്തിന്റെ സ്വഭാവത്തെ മാറ്റുന്നു എന്നതാണ്. ഔദ്യോഗിക കത്തെഴുത്തുന്നത് കുറെ നിയമങ്ങൾ കാണാതെ പഠിക്കലല്ല. അല്ല. അത് നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ശബ്ദത്തെ അധികാര കേന്ദ്രങ്ങളിൽ ഏറ്റവും ഫലപ്രദമായി എത്തിക്കാനുള്ള ഒരു കലയും ശാസ്ത്രവുമാണ്. ശരിയാണ്. ഈ ഘടന എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. ബ്യൂറോക്രസിക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ. ആ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതെ, ഒരു പ്രശ്നത്തെ എങ്ങനെ കൃത്യമായി നിർവചിക്കാം, അതിനെ എങ്ങനെ വസ്തുതകൾ നിരത്തി അവതരിപ്പിക്കാം, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് എങ്ങനെ ബോധ്യപ്പെടുത്താം,
അവസാനം എന്ത് നടപടിയാണ് വേണ്ടതെന്ന് എങ്ങനെ ആവശ്യപ്പെടാം? ഇതിനെക്കുറിച്ചുള്ളൊരു ട്രെയിനിങ് കൂടിയാണിത്. ഇതൊരു ലൈഫ് സ്കില്ലാണ്. തീർച്ചയായും ഇത് സ്കൂളിൽ മാത്രം പഠിക്കേണ്ട ഒന്നല്ല, ഏതൊരു പൗരനും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ, ഉപഭോക്തൃ കോടതികളിലെ പരാതികൾ, നിയമപരമായ നോട്ടീസുകൾ. ശരിയാണ്. ഇതെല്ലാം തന്നെ ഈ ഔദ്യോഗിക ആശയവിനിമയത്തിന്റെ പല രൂപങ്ങളാണ്. അവയുടെ എല്ലാം അടിസ്ഥാന തത്വം ഒന്നുതന്നെ: കൃത്യമായ ഘടനയിലൂടെ വ്യക്തമായ ആവശ്യം ഉന്നയിക്കുക. നമ്മൾ ഒരുപാട് സംസാരിച്ചു. കത്തിന്റെ ഘടനയുടെ സൈക്കോളജി, കരമനയാറിന്റെ ഉദാഹരണത്തിലെ ശക്തമായ ഉള്ളടക്കം, ഡിജിറ്റൽ യുഗത്തിലെ അതിന്റെ പ്രസക്തി, അങ്ങനെ പലതും. ചുരുക്കി പറഞ്ഞാൽ, ഘടന എന്നത് ഒരു ചട്ടക്കൂടല്ല, അതൊരു ശക്തികേന്ദ്രമാണ്, ഒരു പവർ ഹൗസ്. അതെ. നിങ്ങളുടെ ആശയങ്ങളെയും ആവശ്യങ്ങളെയും അത് ശേഖരിച്ച് അതിന്റെ ശക്തി കൂട്ടി ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തിക്കുന്ന ഒരു വിക്ഷേപണത്തറ പോലെയാണത്. കൊള്ളാം, ആ പ്രയോഗം നന്നായിട്ടുണ്ട്. ആ വിക്ഷേപണത്തറ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കുന്നതാണ് പ്രധാനം. ഒരിക്കൽ അത് പഠിച്ചാൽ നിങ്ങളുടെ ശബ്ദം കേൾക്കേണ്ടവർ കേട്ടിരിക്കും. ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരാശയം നൽകാം. നമ്മളെല്ലാവരും പഴയ സംവിധാനങ്ങളെ വിമർശിക്കാനും അതിനെ പൊളിച്ചെഴുതുന്നതിനെക്കുറിച്ച് സംസാരിക്കാനുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ഇരിക്കുന്നത് ആ പഴയ താക്കോലിൽ തന്നെ ആകാം. Welcome friends to iLlama Screen, the best place that you've ever seen. Feeling ready for the day? Let's get started right away. You've got this, let's learn and grow. You've got this, let's learn and grow.